ഗായ്സ്, അപ്പോൾ നമ്മുടെ പോത്തി സ്വർണ്ണമഹലിൻ്റെ സ്വർണ്ണം അണിഞ്ഞുകൊണ്ടുള്ള ഒരു ഫാഷൻ ഷോയിൽ പങ്കെടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ എക്സ്പീരിയൻസിനെ കുറിച്ച് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ കൊറിയോഗ്രാഫർ ഋതു സാരംഗി മാം ആയിരുന്നു. അപ്പോൾ തലേദിവസമായിരുന്നു നമ്മുടെ കൊറിയോഗ്രാഫി. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ഷോയ്ക്ക് വേണ്ടിയിട്ട് രാവിലെ ഞാൻ എത്തിയിരിക്കുകയാണ്. അങ്ങനെ 10 മണിയൊക്കെ ആയപ്പോൾ കട തുറന്നു. അപ്പോൾ ആൾക്കാരൊക്കെ എത്തുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മളവിടെ എത്തി വെയിറ്റ് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞിട്ട് പ്രാക്ടീസ്, കൊറിയോഗ്രാഫി, ഗ്രൂമിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് തന്നെ ഫുഡ് പ്രൊവൈഡ് ചെയ്യും. ചിക്കൻ ബിരിയാണി ആയിരുന്നു ഫുഡ്. എനിക്ക് ഇങ്ങനത്തെ എവിടെ ചെന്നാലും ചിക്കൻ ഇല്ലാത്ത ചിക്കൻ ബിരിയാണി കിട്ടും ഗൈസ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മേക്കപ്പിന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. വൈകിട്ടാണ് നമ്മുടെ ഷോ ഉള്ളത്. അപ്പോൾ നമ്മുടെ മേക്കപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ റെഡിയായി നിൽക്കുകയാണ്. നമ്മുടെ കോസ്റ്റ്യൂം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് 3 days ഡിസൈൻ ആണ്. ആൻഡ് ഇവിടെ എനിക്ക് മേക്കപ്പ് ചെയ്യുന്നത് ബ്ലിസ് ബ്യൂട്ടിയാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ചാനൽ നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതൊരു കോമ്പറ്റീഷൻ ടൈപ്പ് ഷോ ആയിരുന്നു. ആൻഡ് ഇവിടെ നമുക്ക് പോത്തി സ്വർണ്ണമഹലിൻ്റെ ഒറിജിനൽ സ്വർണ്ണമാണ് അവർ നമുക്ക് തരുന്നത്. അത് അണിഞ്ഞുകൊണ്ടാണ് നമ്മൾ ഷോയ്ക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ തിരിച്ച് മേടിച്ച് വയ്ക്കും. അങ്ങനെ പോത്തി സ്വർണ്ണമഹൽ ചേർന്ന് നടത്തുന്നുണ്ട്. ഇവരുടെ ഒറിജിനൽ ജ്വല്ലറിയാണ് നമുക്ക് തന്നത്. അങ്ങനെ ഫൈനലി ഞാൻ ഹെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ് ഗൈസ്. കുറേ നേരം വെയിറ്റ് ചെയ്തു. കുറേ പേരുണ്ടായിരുന്നല്ലോ. അങ്ങനെ എൻ്റെ ഹെയർ സെറ്റ് ചെയ്തു. ഫസ്റ്റ് ടൈമായിട്ട് ഞാൻ ഫ്രണ്ടിൽ ഇങ്ങനെ കേൾസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പോൾ ഇതാണ് കേട്ടോ എനിക്ക് തന്ന ജ്വൽസി, മാലയും കമ്മലും. ശേഷം ഷോയ്ക്ക് ഇറങ്ങി എൻ്റെ ചെസ്റ്റ് നമ്പർ 70. അപ്പോൾ നല്ല ക്ലിയർ വീഡിയോ കിട്ടിയില്ല, പക്ഷേ നല്ല ക്ലിയർ ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.